പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ സാധാരണ ജീവിച്ചിരിക്കുന്നവരുടെ കഥ പറയാറുണ്ട്, ഒരു അവയർനെസ്സിന് വേണ്ടി നിങ്ങളുടെ മുന്നിലെത്തിക്കാറുണ്ട്. അതുപോലെ ഇന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിലെത്തിക്കാനുള്ളത് ഇതുപോലെ തന്നെ ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഈ ഒരു കഥ കേട്ടാൽ കുറച്ച് നാളെങ്കിലും ഈ ഒരു കുടുംബം നിങ്ങളുടെ മനസ്സിലുണ്ടാകും തീർച്ച. ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കുടുംബത്തെ നിങ്ങളുടെ മനസ്സിൽ കാണാനും പറ്റും. നമ്മുടെ ഇടയിൽ ഇങ്ങനെയും ആളുകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുവാനാണ് നമ്മൾ ഈ ഒരു കഥ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. ഇവരെയൊന്നും നമ്മൾ അറിയാതെ പോകരുത്. ഒരു ചെറിയൊരു കുടുംബം, ഉമ്മയും ഉപ്പയും ഒരേ ഒരു മകനും. ആ കുടുംബത്തിൽ ഈ 3 പേരേ ഉള്ളൂ. ഉപ്പ ഒരു മീൻ കച്ചവടക്കാരനായിരുന്നു. നമ്മുടെ ഗ്രാമത്തിലൊക്കെ കാണാറില്ലേ, തലയിലൊരു കൊട്ടയും വെച്ച് മീൻ വേണോ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മീൻ കച്ചവടക്കാരൻ. അവരുടെ ജീവിതം വളരെ സന്തോഷമുള്ള ജീവിതമായിരുന്നു. 3 പേരാണെങ്കിലും സ്വർഗം പോലെയായിരുന്നു അവരുടെ ആ വീട്. ആരെക്കൊണ്ടും പറയിപ്പിക്കാത്ത ഒരു ജീവിതം. ആ ഉമ്മക്ക് ഒരേ ഒരു ആഗ്രഹമാണ് തൻ്റെ മോനെ ഒരു മുത്താലിമാക്കുക എന്നത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നും തൻ്റെ പ്രിയതമനായ ഭർത്താവിനോട് എന്നും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവരുടെ ഭർത്താവ് പറയും, നമുക്ക് ഒരു മോനല്ലേ ഉള്ളൂ, ആ മോനെ നമ്മൾ ദറസിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 പേരും മാത്രമാവില്ലേ. ആ ഉമ്മയുടെ മനസ്സിൽ അതുമുണ്ട്. ആകെയുള്ളത് ഒരേ ഒരു മകൻ മാത്രമാണ്. പിന്നെ ഇവർക്ക് കുട്ടികളൊന്നും ആയില്ല. ഇവർ സ്ഥിരമായി ഇങ്ങനെ പറയുകയല്ലാതെ ഇതുവരെയായി ആ മോനെ ദർസിലൊന്നും ആക്കിയില്ല. ഏക മകനായതുകൊണ്ട് തന്നെ ഉമ്മക്കും ഉപ്പക്കും വിട്ടു നിൽക്കാൻ ഒരുപാട് പ്രയാസമായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ മോൻ്റെ അവസ്ഥയും ഉണ്ടാകുക. ഉപ്പയെയും ഉമ്മയെയും വിട്ടു നിൽക്കാൻ ആ മോനും പറ്റില്ല. എന്നാലും ആ ഉമ്മ ആഗ്രഹം കൈവിടാതെ എന്നും ദുആ ചെയ്തുകൊണ്ടേയിരിക്കും, എൻ്റെ മോനെ ഒരു മുത്തഅല്ലിമാക്കി തരണേ റബ്ബേ എന്ന്. ദുആ ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മുത്തഅല്ലിമാക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് സഹിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ആ ഒരു നിലയിൽ എത്തിപ്പെടൂ. പിന്നെന്ന് വെച്ചാൽ പടച്ച റബ്ബിൻ്റെ ആ ഒരു അനുഗ്രഹവും വേണം. അങ്ങനെ ഇവർ ഇത് പറഞ്ഞ് ആ മോന് 12 വയസ്സായി. എന്നാലും ആ ഉമ്മയുടെ ആഗ്രഹം വിട്ടില്ല. ഞാനിത് ചുരുക്കി പറയുകയാണ്. അതിനിടക്കാണ് അവരുടെ കുടുംബത്തിൽ ഇതുവരെ ഇല്ലാത്ത വേദനിപ്പിക്കുന്ന സംഭവമുണ്ടായത്. രാവിലെ സുബഹി കഴിഞ്ഞ് ജോലിക്കിറങ്ങിയ ഇവരുടെ ഭർത്താവ് എവിടെയോ ഒരു റോഡിൽ കുഴഞ്ഞു വീണു ആശുപത്രിയിലാണ് എന്നുള്ള വിവരം ഇവരെ അറിയിക്കുന്നത്. അറ്റാക്കിൻ്റെ ആദ്യ ലക്ഷണമാണെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിൽ വന്നു. 2-3 ദിവസം കഴിഞ്ഞിട്ടും തടിക്ക് ഒരു റാഹത്തായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും പോയില്ല. ഒരു ദിവസം പെട്ടെന്ന് ഒരു 11 മണിയായപ്പോൾ ഇദ്ദേഹത്തിന് അസഹനീയമായ നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന വന്നതോടുകൂടി പെട്ടെന്ന് അനക്കമില്ലാതാവുകയാണ്. ഉടനെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടുവെങ്കിലും പകുതിക്ക് വെച്ച് മരണപ്പെടുകയാണ്. ആശുപത്രിയിൽ എത്തിച്ച ഉടനെ മരണപ്പെട്ടിട്ട് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇവരെ നോക്കിയ നല്ലൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കുറച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. നിങ്ങൾ ആരും അറിയാതെ ഇവരെ ഒരു കാറിൽ ഇരുത്തി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളും. ആ നല്ലവനായ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവർ ഒരു മരിക്കാത്ത ഒരാളെ കൊണ്ടുപോകുന്നത് പോലെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ മനുഷ്യനെ കണ്ടാൽ ആരും മരിച്ചെന്ന് പറയുകയും ചെയ്യില്ല. ആ ചെറിയ മോന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ഉപ്പയ്ക്ക് എന്താ പറ്റിയേ, എൻ്റെ ഉപ്പ എന്തേ മിണ്ടാത്തേ? അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ആ പൊന്നുമോൻ. ഉപ്പ മരണപ്പെട്ടതോടുകൂടി പിന്നെ ഇവർക്ക് ആരും ഇല്ലാതെയായി. ഒറ്റയ്ക്ക് എവിടെയും പുറത്തിറങ്ങാത്ത ഉമ്മ, ഇതുവരെ സ്വന്തം വീട്ടിൽ ജോലി ചെയ്ത ഉമ്മ, ആ പൊന്നുമോന് വേണ്ടി നാളെ മുതൽ വേറൊരു അടുക്കളയിൽ ജോലിക്ക് പോവുകയാണ്. ആ പൊന്നുമോന് അപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ? ഉമ്മ പോണ്ട, ഞാൻ ഏതെങ്കിലും കടയിൽ ജോലി ചെയ്യാം ഉമ്മ. ഇതൊക്കെ ഞങ്ങളോട് വിശദമായി പറഞ്ഞത് ഇവരെ അറിയാവുന്ന അടുത്ത ഒരു ബന്ധുവാണ്. എന്നാലും ആ ഉമ്മയുടെ മനസ്സിൽ ആ പൊന്നുമോനെ ഒരു മുത്തഅല്ലിമാക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം മനസ്സിൽ നിന്ന് പോയിട്ടുമില്ല. അങ്ങനെ ഇനിയുള്ള ജീവിതം ഉമ്മ ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന ഒരു ജീവിതമാണ്. അങ്ങനെ ഉമ്മയും മോനും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
പെട്ടെന്ന് ആ ഉമ്മക്കും സുഖമില്ലാതാവുകയാണ്, വയ്യാതാവുകയാണ്. ഉമ്മക്ക് ജോലിക്ക് പോകാൻ പറ്റാതെയായി. തീരെ വയ്യ, ദേഹമാസകലം ഒരു വേദന, എല്ലുകൾ നുറുങ്ങുന്നത് പോലെയുള്ള വേദന. ആകെയുള്ള ഒരേ ഒരു മകന് ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. പിന്നെ ഈ മോനായി ഉമ്മയെ നോക്കൽ. അവിടെ അടുക്കളയിലുള്ള എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ട് ഉമ്മയോട് ചോദിച്ച് ഓരോന്നുണ്ടാക്കും. നിങ്ങളൊന്ന് ചിന്തിക്കണം, 12 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. മോനുണ്ടാക്കിയ സാധനം ഉമ്മയുടെ വായിൽ വെച്ചു കൊടുക്കും. രാവിലെ സ്കൂളിലും മദ്രസയിലും പോയാൽ ഈ പൊന്നുമോൻ ഉറങ്ങിപ്പോകും അത്രേ. എന്നുവെച്ചാൽ വീട്ടിലുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് ആ പൊന്നുമോന് സ്കൂളിലും മദ്രസയിലും പോകുന്നത്. അവസാനം ഈ മകന് സ്കൂളിലും മദ്രസയിലും പോകാൻ കഴിയാതെയായി. ഉമ്മയുടെ രോഗം കൂടിക്കൂടി വരാൻ തുടങ്ങി. അങ്ങനെ അടുത്തുള്ള ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഉമ്മക്ക് ക്യാൻസർ ആണെന്ന്. ക്യാൻസറിൻ്റെ ചികിത്സയുമായി ഉമ്മ വീട്ടിൽ കിടപ്പായി. ഉമ്മയെ നോക്കുന്നതോ ഈ മോനും, 12 വയസ്സുള്ള മോൻ. അങ്ങനെ കുറച്ച് ദിവസങ്ങളായി ഇവരുടെ വീട്ടിനടുത്തുള്ള ഒരു കടക്കാരൻ ഈ മോനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ദിവസവും വൈകുന്നേരം ഈ മോൻ അവിടുന്ന് 5 രൂപക്ക് മൈദ വാങ്ങുമത്രേ. അങ്ങനെ 2-3 ദിവസമായി ഈ മോൻ അവിടെ നിന്നും മൈദ വാങ്ങി വരുന്നത്. അപ്പോൾ കടക്കാരൻ ധരിച്ചത് 5 രൂപക്കുള്ള മൈദയല്ലേ, വല്ല പശയും ഉണ്ടാക്കാനായിരിക്കുമെന്ന് കരുതി. അങ്ങനെ നിരന്തരം ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ ഇതെന്തിനാണെന്ന് അന്വേഷിച്ചിട്ടുണ്ട് ബാക്കി കാര്യം. ഈ 5 രൂപക്ക് ഡെയിലി ഇങ്ങനെ മൈദയും വാങ്ങി ഈ കുട്ടി പോകുന്നത് എന്തിനാണെന്ന് നമുക്കൊന്ന് നോക്കണം. അങ്ങനെയാണ് ആ കടക്കാരൻ ഒരാളെയും കൂട്ടി ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പോഴാണ് കാണുന്നത് കിടപ്പിലായ ആ ഉമ്മ, ആകെ ക്ഷീണിച്ച് മലിഞ്ഞുണങ്ങിയ ശരീരം, മുടിയൊക്കെ ഏകദേശം പോയി. അപ്പോൾ ഡെയിലി മൈദ വാങ്ങിച്ചെല്ലുന്നത് ഇവർക്ക് ദോശയുണ്ടാക്കി കഴിക്കാനാണ്. സുബ്ഹാനല്ലാഹ്, മാനാഭിമാനത്തോട് ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും ആരോടും പറയാതെ ഇവരിങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു. ഈ സംഭവം കടക്കാരൻ അറിഞ്ഞതോടെ അവിടെയുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പള്ളി കമ്മിറ്റിയോട് ഈ സംഭവം പറയുകയാണ്. അപ്പോഴത്തേക്കും ഉമ്മക്ക് സംസാരശേഷിയും നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഈ മോനാണ് ബാക്കിയുള്ള കഥകളൊക്കെ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത്. ഉമ്മക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു മുത്താലിമാക്കണമെന്ന്. പള്ളിയും പള്ളി കമ്മിറ്റിയും നാട്ടുകാരും അറിയുമ്പോഴേക്കും ആ ഉമ്മയുടെ രോഗം മൂർച്ഛിച്ചിരുന്നു. അങ്ങനെ ആ ഉമ്മ മരണപ്പെട്ടു പോവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചറബ്ബ് ആ ഉമ്മക്ക് സ്വർഗീയ പൂങ്കാവനം തുറന്നു കൊടുക്കട്ടെ. അങ്ങനെ ഈ പൊന്നുമോൻ ഒറ്റക്കാവുകയാണ്. ആ മോനെ പള്ളിക്കാർ ഏറ്റെടുക്കുകയും ഒരു ദർസിലാക്കുകയും ഉമ്മയുടെ ആഗ്രഹം പോലെ മുത്തഅല്ലിമാക്കാൻ അവരും തീരുമാനിച്ചു. അവനിപ്പോൾ എങ്ങനെയാണ് ഉള്ളതെന്നറിയോ? വലിയൊരാളായി, നല്ല താടിയൊക്കെ വെച്ച് തലക്കെട്ടും കെട്ടി സുന്ദരനായ ഒരു മുത്തഅല്ലിമായി. മാഷാ അല്ലാഹ്. പടച്ചറബിനോട് പറഞ്ഞു, പടച്ചറബ് ഇത് കേട്ടു. പക്ഷെ അത് കാണാനും അനുഭവിക്കാനും ആ മാതാപിതാക്കൾ ഇന്ന് ഭൂമിയിലില്ല. അവരിനി അനുഭവിക്കാൻ പോകുന്നത് ആഖിറത്തിൽ വെച്ചായിരിക്കും അല്ലേ? ഇന്നെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മുത്തഅല്ലിമായി മാറിയിരിക്കുകയാണ്. ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പൊന്നുമോൻ. ജീവിച്ചിരിക്കുന്നവരുടെ കഥയായതുകൊണ്ട് തന്നെ ഇതിന് ക്ലൈമാക്സ് ഒന്നും ഉണ്ടാവില്ല. കഥ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ മക്കളെയൊക്കെ പടച്ചറബ് നല്ല മക്കളാക്കി തരട്ടെ. നല്ല സ്വാലിഹത്തായ സ്വാലിഹങ്ങളായ മക്കളെ പടച്ചറബ് നമുക്ക് തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.